സങ്കീർത്തനം. ദൈവം എന്റെ അവകാശം. ദൈവമേ, എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. അവിടുന്നാണ് എന്റെ കർത്താവ്. അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും. ലോകം വിശുദ്ധരെന്ന് കരുതുന്ന ദേവന്മാർ നിസ്സാരരാണ്. അവരിൽ ആനന്ദം കൊള്ളുന്നവർ അഭിശപ്തരാണ്. അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയ ബലി അർപ്പിക്കുകയില്ല. ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല. കർത്താവാണ് എന്റെ മുഖരയും പാനപാത്രവും. എന്റെ ഭാഗവതയം അവിടുത്തെ കരങ്ങളിലാണ്. അഭികാമ്യമായ ദാനമാണ് എനിക്ക് അളന്നു കിട്ടിയിരിക്കുന്നത്. വിശിഷ്ടമായ അവകാശം എനിക്ക് ലഭിച്ചിരിക്കുന്നു. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. കർത്താവ് എപ്പോഴും എന്റെ കൺമുൻപിലുണ്ട്. അവിടെ എന്റെ വലത്ത ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടെ തന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. 17 സങ്കീർത്തനം. നിഷ്കളങ്കന്റെ പ്രതിഫലം. കർത്താവേ, എന്റെ ന്യായം കേൾക്കണമേ. എന്റെ നിലവിളി ശ്രദ്ധിക്കണമേ. നിഷ്പടമായ എന്റെ അധരങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന ശ്രവിക്കണമേ. എന്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്നും പുറപ്പെടട്ടെ. അങ്ങയുടെ കണ്ണ് ന്യായം കാണുമാറാകട്ടെ. അവിടുന്ന് എന്റെ ഹൃദയം പരിശോധിച്ചാൽ, രാത്രിയിൽ എന്നെ സന്ദർശിച്ചാൽ, അങ്ങ് എന്നെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല. എന്റെ അധരങ്ങൾ പ്രമാണം ലംഘിക്കുകയില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു. അക്രമികളുടെ പാതയിൽ നിന്നു ഞാൻ ഒഴിഞ്ഞു നിന്നു. എന്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു. എന്റെ പാദങ്ങൾ വഴുതിയില്ല. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്കുത്തരമരുളും. അങ്ങ് ചെവി ചായ്ച്ച് എന്റെ വാക്കുകൾ ശ്രവിക്കണമേ. തന്റെ വലത്തുകൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്നും കാത്തുകൊള്ളുന്ന രക്ഷക, അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും, എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. അവരുടെ ഹൃദയത്തിൽ അനുകമ്പയില്ല. അവരുടെ അധരങ്ങൾ വൻപ് പറയുന്നു. അവർ എന്നെ അനുധാവനം ചെയ്യുന്നു. ഇതാ, എന്നെ വളഞ്ഞു കഴിഞ്ഞു. എന്നെ നിലം പതിപ്പിക്കാൻ അവർ എന്റെ മേൽ കണ്ണുവച്ചിരിക്കുന്നു. കടിച്ചു ചിന്താൻ വെമ്പുന്ന സിംഹത്തെ പോലെയാണവർ. പതിയിരിക്കുന്ന യുവസിംഹത്തെ പോലെ തന്നെ. കർത്താവേ, എഴുന്നേറ്റ് അവരെ എതിർത്ത് തോൽപ്പിക്കണമേ. അങ്ങയുടെ വാൾ നീചനിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ. ഇഹലോക ജീവിതം മാത്രം മോഹരിയായി കരുതുന്ന മർത്യരിൽ നിന്നും അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ. അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നവ കൊണ്ട് അവരുടെ വയറ് നിറയട്ടെ. അവരുടെ സന്തതികൾക്കും സമൃദ്ധമായി ലഭിക്കട്ടെ. മിച്ചമുള്ളത് അവരുടെ പേരക്കിടാങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കട്ടെ. നീതി നിമിത്തം ഞാൻ അങ്ങയുടെ മുഖം ദർശിക്കും. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം കണ്ട് തൃപ്തിയടയും. 18 സങ്കീർത്തനം. വിജയത്തിൽ കൃതജ്ഞതാസ്തോത്രം. കർത്താവേ, എന്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങാണ് എന്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എന്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എന്റെ പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും. സുദീർഘനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടെ നിന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. മരണപാശം എന്നെ ചുറ്റി, വിനാശത്തിന്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു. പാതാളപാശം എന്നെ വരിഞ്ഞു മുറുക്കി. മരണത്തിന്റെ കുരുക്ക് എന്റെ മേലിതാ വീഴുന്നു. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എന്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. എന്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. കർത്താവിന്റെ കോപത്തിൽ ഭൂമി ഞെട്ടിവിറച്ചു. മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി. അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപടലമുയർന്നു. വായിൽ നിന്നും സംഹാരാഗ്നി പുറപ്പെട്ടു. കനലുകൾ കത്തിജ്വലിച്ചു. ആകാശം ചായ്ച്ച് അവിടെ ഇറങ്ങി വന്നു.
കൂരിരുട്ടിന്മേൽ അവിടുന്ന് പാദമുറപ്പിച്ചു. കൊരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു. കാറ്റിന്റെ ചിറകുകളിൽ അവിടുന്ന് പാഞ്ഞു വന്നു. അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചു. ജലം നിറഞ്ഞ കാർമേഘങ്ങൾ കൊണ്ട് വിധാനമൊരുക്കി. അവിടുത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്ന് കന്മഴയും തീക്കനലും മേഘങ്ങൾ ഭേദിച്ച് ഭൂമിയിൽ പതിച്ചു. കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അത്യുന്നതന്റെ ശബ്ദം മുഴങ്ങി കേട്ടു. കന്മഴയും തീക്കനലും പൊഴിഞ്ഞു. അവിടുന്ന് അമ്പയിച്ച് അവരെ ചിതറിച്ചു. മിന്നൽ പിണറുകൊണ്ട് അവരെ പായിച്ചു. കർത്താവേ, അങ്ങയുടെ ശാസനയാൽ, അങ്ങയുടെ നാസികയിൽ നിന്നും പുറപ്പെട്ട നിശ്വാസത്താൽ സമുദ്രത്തിലെ അന്തർപ്രവാഹങ്ങൾ കാണപ്പെട്ടു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ അനാവൃതമായി. ഉന്നതത്തിൽ നിന്നും കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്നും അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. പ്രബലനായ ശത്രുവിൽ നിന്നും, എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവർ എന്റെ ശക്തിക്ക് അതീതരായിരുന്നു. അനർത്ഥകാലത്ത് അവർ എന്റെ മേൽ ചാടി വീണു. കർത്താവ് എനിക്ക് അഭയമായിരുന്നു. അവിടുന്ന് എന്നെ വിശാലമായ സ്ഥലത്തേക്ക് നയിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു. എന്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. എന്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേരുന്ന വിധം എനിക്ക് പകരം തന്നു. കർത്താവിന്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിന്നു. തിന്മ ചെയ്ത് എന്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയില്ല. അവിടുത്തെ കൽപ്പനകൾ എന്റെ കൺമുൻപിലുണ്ടായിരുന്നു. അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല. അവിടുത്തെ മുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു. കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു. എന്റെ നീതിയും കൈകളുടെ നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. വിശ്വസ്തനോട് അങ്ങ് വിശ്വസ്തത പുലർത്തുന്നു. നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു. നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു. വിനീതനെ അങ്ങ് വിടുവിക്കുന്നു. അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു. അങ്ങ് എന്റെ ദീപം കൊളുത്തി തന്നു. എന്റെ ദൈവമായ കർത്താവ് എന്റെ അന്ധകാരം അകറ്റുന്നു. അവിടുത്തെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും. എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും. ദൈവത്തിന്റെ മാർഗം അവികലമാണ്. കർത്താവിന്റെ വാഗ്ദാനം നിറവേറും. തന്നിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് പരിചയാണ്. കർത്താവല്ലാതെ ദൈവം ആരുണ്ട്? നമ്മുടെ ദൈവമല്ലാതെ രക്ഷാശില എവിടെയുണ്ട്? അവിടുന്ന് ശക്തി കൊണ്ട് എന്റെ അരമുറുക്കുന്നു. എന്റെ മാർഗം സുരക്ഷിതമാക്കുന്നു. അവിടുന്ന് എന്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി. ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി. എന്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു. എന്റെ കരങ്ങൾക്ക് പിച്ചള വില്ല് കുലയ്ക്കാൻ കഴിയും. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി. അവിടുത്തെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. എന്റെ പാത അങ്ങ് വിശാലമാക്കി. എന്റെ കാലുകൾ വഴുതിയില്ല. എന്റെ ശത്രുക്കളെ ഞാൻ പിന്തുടർന്നു പിടിച്ചു. അവരെ സംഹരിക്കുമ്പോഴും ഞാൻ പിൻവാങ്ങിയില്ല. എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു. അവർ എന്റെ കാൽ കീഴിൽ ഞെരിഞ്ഞു. യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങ് എന്റെ അരമുറുക്കി. എന്നെ ആക്രമിച്ചവരെ അങ്ങ് എനിക്ക് അധീനമാക്കി. എന്റെ ശത്രുക്കളെ അങ്ങ് പാലായനം ചെയ്യിപ്പിച്ചു. എന്റെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു. സഹായത്തിനു വേണ്ടി അവർ നിലവിളിച്ചു. രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കർത്താവിനോട് അവർ നിലവിളിച്ചു. അവിടുന്ന് ഉത്തരമരുളിയില്ല. കാറ്റിൽ പറക്കുന്ന ധൂളി പോലെ ഞാൻ അവരെ പൊടിച്ചു. തെരുവിലെ ചെളി പോലെ കോരിക്കളഞ്ഞു. ജനത്തിന്റെ കലഹത്തിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിച്ചു. അങ്ങ് ജനതകളുടെ അധിപനാക്കി. എനിക്ക് അപരിചിതമായിരുന്ന ജനത എന്നെ സേവിച്ചു. എന്നെ കുറിച്ച് കേട്ട മാത്രയിൽ അവർ എന്നെ അനുസരിച്ചു. അന്യജനതകൾ എന്നോട് കേണിരുന്നു. അന്യജനതകൾക്ക് ധൈര്യമറ്റു. കോട്ടകളിൽ നിന്നും വിറയലോടെ അവർ പുറത്തു വന്നു. കർത്താവ് ജീവിക്കുന്നു. എന്റെ രക്ഷാശില വാഴ്ത്തപ്പെടട്ടെ. എന്റെ രക്ഷയുടെ ദൈവം സ്തുതിക്കപ്പെടട്ടെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു. ജനതകളെ എനിക്ക് അധീനമാക്കി. ശത്രുക്കളിൽ നിന്നും അവിടെ എന്നെ രക്ഷിച്ചു. വൈരികൾക്കുമേൽ എന്നെ ഉയർത്തി. അക്രമികളിൽ നിന്നും അവിടെ എന്നെ വിടുവിച്ചു. ആകയാൽ കർത്താവേ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രം ആലപിക്കും. അങ്ങയുടെ നാമം പാടി സ്തുതിക്കും. തന്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു. തന്റെ അഭിഷിക്തനോട് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു. ദാവീദിനോടും അവന്റെ സന്തതിയോടും തന്നെ. 19-ാം സങ്കീർത്തനം. പ്രപഞ്ചവും നിയമവും ദൈവമഹത്വം ഉദ്ഘോഷിക്കുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കനവേലയെ വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു. രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിൽ എങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തിയോളം എത്തുന്നു. അവിടെ സൂര്യന് ഒരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു.
മണവറയിൽ നിന്ന് മണവാളം എന്ന പോലെ സൂര്യൻ അതിൽ നിന്നും പുറത്തു വരുന്നു. മല്ലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടം ആരംഭിക്കുന്നു. ആകാശത്തിന്റെ ഒരറ്റത്ത് അവൻ ഉദിക്കുന്നു, മറ്റേ അറ്റത്ത് അവന്റെ അയനം പൂർത്തിയാക്കുന്നു. അവന്റെ ചൂടിൽ നിന്നും ഒളിക്കാൻ ഒന്നിനും കഴിയുകയില്ല. കർത്താവിന്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിന്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിന്റെ പ്രമാണം വിശുദ്ധമാണ്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണമാണ്. അവ പൊന്നിനെയും തങ്കത്തെയും കാൽ അഭികാമ്യമാണ്, അവ തേനിനെയും തേൻകട്ടയെയും കാൽ മധുരമാണ്. അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത്. അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും. എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്കു കഴിയും? അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ. ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്നും ഈ ദാസനെ കാത്തുകൊള്ളണമേ. അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും, മഹാ അപരാധങ്ങളിൽ നിന്നും ഞാൻ വിമുക്തനായിരിക്കും. എന്റെ അഭയശിലയും വിമോചകനുമായ കർത്താവേ, എന്റെ അധരങ്ങളിലും വാക്കുകളിലും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. 20-ാം സങ്കീർത്തനം. രാജാവിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ സംരക്ഷിക്കട്ടെ. അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നും നിനക്ക് സഹായം അയക്കട്ടെ. സിയോനിൽ നിന്നും നിന്നെ തുണയ്ക്കട്ടെ. നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ. നിന്റെ ദഹന ബലികളിൽ അവിടുന്ന് സംപ്രീതനാകട്ടെ. അവിടുന്ന് നിന്റെ ഹൃദയ അഭിലാഷം സാധിച്ചു തരട്ടെ. അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ. നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും. കർത്താവ് നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ. കർത്താവ് തന്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അവിടുന്ന് തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്നും അവൻ ഉത്തരമരുളും. വലതു കൈകൊണ്ട് മഹത്തായ വിജയം നൽകും. ചിലർ രഥങ്ങളിലും മറ്റൊരു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു. അവർ തകർന്നു വീഴും, എന്നാൽ ഞങ്ങൾ ശിരസ്സുയർത്തി നിൽക്കും. കർത്താവേ, രാജാവിന് വിജയം നൽകണമേ. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളണമേ.